സഹോദരങ്ങളെ, ആദ്യമേ തന്നെ ഇവിടെ മധ്യസ്ഥൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ പരാമർശത്തെക്കുറിച്ച്, അതായത് സുന്നി മുജാഹിദ് സംവാദം അല്ല എന്ന് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച്. സുന്നി മുജാഹിദ് സംവാദം സുന്നികളുടെ ഭാഗത്തു നിന്നും മുജാഹിദിന്റെ ഭാഗത്തു നിന്നും വ്യവസ്ഥയിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ല, സുന്നികളുടെ ഭാഗത്തു നിന്ന് മാത്രമേ ഉള്ളൂ, മുജാഹിദ് ഭാഗത്ത് നിന്ന് വ്യവസ്ഥയിലില്ല. അതുകൊണ്ടാണ് ഞാൻ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറയാൻ കാരണം. പിന്നെ മുജാഹിദിലേക്ക് ഞാൻ കൂറുമാറിയതില് എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നുള്ളതാണ്. അത് സുന്നി മുജാഹിദ് ഒരു ചർച്ച വരുമ്പോൾ ഇൻഷാ അല്ലാ ഞാൻ അതിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചുകൊള്ളാം. പിന്നെ അദ്ദേഹം പറഞ്ഞത് മദ്യം, അതായത് മദ്യം കുടിക്കുന്ന, ചായ കുടിക്കുന്ന ഒരാളോട് നിങ്ങളെന്താണ് മദ്യം കുടിക്കുന്നത്, മദ്യം കുടിക്കരുത് എന്ന് പറയുന്നത് പോലെയാണ്. വളരെ ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അവർ കുടിക്കുന്നത് ചായയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അവർ കുടിക്കുന്നത് മദ്യമാണ് എന്നവർക്ക് അറിയാതെ പോയതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് മദ്യം തന്നെയാണ്, നിങ്ങളത് കുടിക്കുന്നത് ചായയല്ല എന്ന് പറയാൻ കാരണം. അല്ലാഹു ഖുർആനിൽ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു എന്നുള്ള ആയത്ത് ഇറക്കിയത് അന്ന് നിലവിലുള്ള ആ മദ്യത്തെക്കുറിച്ച് മാത്രമാണെന്ന് മുസ്ലിം ലോകം തെറ്റിദ്ധരിക്കും എന്നതുകൊണ്ട് തന്നെ ഖംറിന്റെ നിർവചനം എന്താണെന്ന് പിൽക്കാലത്ത് പണ്ഡിതന്മാർ എത്രയോ ഇജ്തിഹാദ് ചെയ്തുകൊണ്ടാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് എന്താണ് മദ്യമെന്ന് കൃത്യമായി നിർവചിച്ചുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള മദ്യങ്ങളെയും നിരോധിക്കുകയുണ്ടായി. തെങ്ങിൻ കള്ള നിഷിദ്ധമാണെന്ന് ഖുർആനിലില്ല. അപ്പോ അതുപോലെ തന്നെ പല മദ്യങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അത്തരം മദ്യങ്ങളൊക്കെ നിഷിദ്ധമാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഖിയാസിയായ ആ പ്രമാണം കൊണ്ട് തന്നെയാണ്. ഖുർആൻ ഒരു മദ്യത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കുടിക്കുന്നത് മദ്യം തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് നൽകാനാണ് സഹോദരന്മാരെ. പിന്നെ ഞാൻ ഉദ്ധരിച്ച ഹദീസ്, ത്വബറാനി ഇങ്ങനൊരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ത്വബറാനിയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ആ ഹദീസിൽ ഇതിന് സമാനമായ ആശയമാണുള്ളത്. മാത്രവുമല്ല ഹാഫിദ് മുൻദിരി ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസിന്റെ മുഖ്തസറായ ഭാഗമാണ് മുസ്ലിമിൽ ഉള്ളത് എന്ന് പറയുകയും ആ മുസ്ലിമിൽ ഉള്ള ആ ലഫ്ളുകൾ ഉച്ചരിച്ചുകൊണ്ട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ആ ഹദീസിന്റെ ഭാഗം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ത്വബറാനിയുടെ ആ ഹദീസ് നിഷേധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളത് അംഗീകരിക്കും, നിങ്ങളത് നിഷേധിക്കുകയാണെങ്കിൽ നിഷേധിക്ക്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്നാൽ ഇവിടെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്നതിൽ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു എന്ന് എവിടെയാണുള്ളത്? അസ്അലുക്കൽ ജന്ന എന്ന് ചോദിക്കണം, അങ്ങയോട് സ്വർഗം ചോദിക്കുന്നു. ഇവിടെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആ മുറാഫഖത്ത്? മുറാഫഖത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വർഗം എന്നാണോ? അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആകപ്പാടെ ഉരുണ്ട് കളിക്കുകയാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് ഇതാ ശ്രോതാക്കളായ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ ചോദിക്കണം. ഞാൻ പറഞ്ഞു എന്റെ പ്രസംഗ വിഷയത്തിലെ പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് ഇതാ ഈ പരാമർശത്തിൽ ഞങ്ങൾക്ക് ഇന്ന സംശയമുണ്ട് എന്ന് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ചോദിച്ചത് ഒരു കൊട്ടക്കമ്പതിയാണ്, അഥവാ ഞാൻ ഇങ്ങനെ ഹദീസ് ഉദ്ധരിച്ചു എന്ന്. പക്ഷെ ആ ഹദീസ് ഉദ്ധരിച്ചതിന്റെ ശൈലിയോ രീതിയോ ഒന്നും തന്നെ പരിഗണിക്കാതെ അദ്ദേഹം ആ ഹദീസ് അങ്ങ് നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ഹദീസ് നിങ്ങൾ നിഷേധിച്ചിരിക്കുന്നു, ഹാഫിദ് മുൻനിരി പച്ചക്കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ ഇവിടെ വെച്ച് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് ഒരിക്കലും ഇനി ആ ഹദീസിന് അംഗീകാരമില്ല. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസിൽ അസ്അലുക്കൽ ജന്ന എന്നാണ് അർത്ഥമെന്ന് ലോകത്ത് ഏതെങ്കിലും ഹദീസ് പണ്ഡിതന്മാർ അല്ലെങ്കിൽ മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചതായി ഒന്ന് കാണിക്കാമോ? അസ്അലുക്കൽ ജന്ന എന്നതാണ് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്നതിന്റെ അർത്ഥം എന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമെങ്കിൽ അത് പറഞ്ഞാൽ വളരെ ഉപകാരമാണ്. നമുക്കൊക്കെ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാമല്ലോ. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് സ്വർഗം തരണം, എനിക്ക് സ്വർഗം തരണമെന്ന് നമുക്ക് ചോദിക്കാലോ. മാത്രവുമല്ല അങ്ങനെ റസൂലുള്ളാഹിനോട് ചോദിക്കലാണ്. മദ്യമാണോ ചായയാണോ എന്ന് ഇൻഷാ അല്ലാഹ് ഈ പരിപാടി കഴിയുന്നതിന് മുമ്പ് നമ്മൾ കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്.
ഞങ്ങൾക്ക് നിങ്ങളെ ഒരു വിശദീകരണവും കേൾക്കണ്ട. നിങ്ങൾ ഈ തോട്ടുമുഖത്ത് വന്ന് ഒരു ഹദീസ് ഉദ്ധരിച്ചപ്പോ അതിന്റെ സ്വഹീഹാണോ ദഈഫാണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞോ? ഇല്ല. എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു. അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസിനെ വിശദീകരിക്കാൻ വേണ്ടി നിങ്ങൾ ഉദ്ധരിച്ച തൊബറാനിയുടെ ഹദീസ്, ആ ഹദീസിന്റെ പരമ്പര സ്വഹീഹാണോ അല്ലേ? വ്യവസ്ഥ ഒന്ന് വായിക്കണം.